ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്കെത്തി കഴുത്ത് പിടിച്ച് തിരിച്ച് ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്, വധശ്രമത്തിന് ശ്രമിച്ചത് ആരാണ്? അതെ, ആ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടോ പ്രതീക്ഷ? അല്ല, അങ്ങ് പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വിട്ട ഒരു FIRന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. FIRന്റെ കാര്യം നിശ്ചയിക്കുന്നത് ഞാനല്ലല്ലോ, കോടതിയല്ലേ. കോടതിയല്ലല്ലോ, പോലീസാണല്ലോ. ഈ സംസ്ഥാനത്തെ പോലീസ് സമർപ്പിച്ച ഒരു FIRലെ വരികളാണ് ഞാൻ പറഞ്ഞത്. അതെ, FIR മാത്രമല്ല, ഈ ചാർജ് ഷീറ്റും ഉണ്ടാവുമെന്ന്. 5 പേര് അകത്തുണ്ടല്ലോ, ചാർജ് ഷീറ്റിലും ഉണ്ടാവും. ചാർജ് ഷീറ്റിൽ നിങ്ങൾ നോക്കൂ ബാക്കി കാര്യങ്ങൾ. അതല്ലാതെ ഈ ചാർജ് ഷീറ്റ് വരുമ്പോഴത്തേക്ക് ഇനി മർദ്ദിച്ച അവസ്ഥയായി തലയടക്കം തല്ലിപ്പൊട്ടിച്ചു എന്ന് മറ്റോ വരുമോ? അല്ല, ഇനി വരാൻ പോകുന്ന സാധ്യത പ്രതീക്ഷയും ഇപ്പൊ ഷമ്മാസും ആഗ്രഹിക്കുന്ന എന്താ, ഇങ്ങനത്തെ സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതെല്ലാം AI നാടകമായിരുന്നു എന്ന് പറ്റി തീർക്കാനാണല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കതിനകത്ത് യാതൊരു അത്ഭുതവുമില്ല. കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ട ആരാണ് ഈ ചർച്ചയിൽ ഇതുവരെ ഉന്നയിച്ചത് എന്നത് കേട്ട പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാവും. ഒരു സംശയമില്ലാതെ മനസ്സിലാവും പ്രതീക്ഷ, പ്രത്യേകിച്ചും പ്രതീക്ഷന്റെ നിലപാടുകൾ. ഒരിക്കലും ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഷമാസിനോട് ആവർത്തിച്ച് ചോദിച്ചത്, ഏതെങ്കിലും ഒരു അക്രമം അതിരുവിട്ട് പോകാനേ പാടില്ല. ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. നമുക്ക് ഈ കൈ അകലം വരെ എത്താം, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സമരത്തിന്റെ രീതിയും മാറില്ല. ഒരു ആഭാസമായി സമരങ്ങൾ മാറാൻ പാടില്ല എന്ന നിശ്ചയമുള്ള ആൾ തന്നെയാണ്, നിലപാടുള്ളവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ആരാണ് പറഞ്ഞത്? പറയുന്നതിലൊന്നും ഒരു പൊരുത്തക്കേടുകൾ ഒരുപാടുണ്ട്. MP ഗോവിന്ദൻ പറയുന്നു അവിടെ കഴുത്ത് പിടിച്ച് തിരിച്ചു, അല്ലെങ്കിൽ മർദ്ദിച്ച് അവശയാക്കാൻ ശ്രമിച്ചു. നേതാക്കളുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ വാക്കുകൾ പിൻപറ്റിയാണ് പ്രതികരണങ്ങളും ഈ തെരുവിലെ കലാപവും പോകുന്നത്. അപ്പോൾ അതിനാധാരമായിട്ടുള്ള എന്ത് ഡോക്യുമെന്റ് നമുക്ക് സമൂഹത്തേക്ക് ഈ പറയുന്ന ആളുകൾക്ക് പുതുതായി കൊണ്ടുവരാൻ കഴിയും? സത്യവിരുദ്ധമാണല്ലോ ഇതുവരെ പറയുന്നത് എന്ന ആ നില തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രമാണ്. അങ്ങയുടെ ബോധ്യം എന്താണ്? അങ്ങ് പറയുന്ന പോലീസിന്റെ ബോധ്യങ്ങളെയോ ബാക്കിയുള്ളവരുടെ എല്ലാവരെയും ബോധ്യങ്ങളെ മാറ്റിവെച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണല്ലോ ആയിരുന്നുവല്ലോ അങ്ങ്. അങ്ങയുടെ ബോധ്യം എന്താണ് ഈ അക്രമത്തിലെ അങ്ങയുടെ ബോധ്യം എന്താണ്? എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക എന്നതാണല്ലോ താങ്കളുടെ കൗശലം താങ്കൾ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു വരികയാണല്ലോ കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് തിരികെ കയറ്റുന്നത് ചോദ്യങ്ങൾ? താങ്കൾ ഒരു ചോദ്യം തന്നെ ചോദിച്ചത് ധാരാളമാണ്, അരമണിക്കൂർ മറുപടി പറയാൻ. അതിനുള്ള സമയം പോലും ഇവിടെ കിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ചോദ്യങ്ങൾ തിരികെ കയറ്റിയത് എന്താണ് പറയാൻ പറ്റുക പ്രതീക്ഷ? അതുകൊണ്ട് അല്പം ക്ഷമ കാണിച്ചാൽ എനിക്ക് നിലപാട് പറയാം എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റും. അതിലൊരു കാര്യം, ഇതിലിപ്പോൾ ചർച്ചയിൽ KSU നേതാവായി പങ്കെടുക്കുന്ന ഷമ്മാസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, പേരെടുത്ത് പറഞ്ഞ ഒരു ഇഷ്യൂ എന്തായിരുന്നു? വീണ ജോർജിനെതിരെ 5 വർഷമായി വയറ്റിൽ കത്രിക കൊണ്ട് നടന്ന സംഭവം. അവർ വീണ ജോർജിനെതിരെ പ്രതിഷേധിക്കുന്ന കാര്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു താല്പര്യം അതാണ് എന്നാണല്ലോ ഇപ്പൊ വ്യക്തമാക്കിയത്. ഞാൻ അത് തന്നെ പറയാം. 2021 മെയ് മാസം 10-ാം തീയതിയാണ് ഉഷ ജോസഫിനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. 2021 മെയ് മാസം 12-ന് അവർക്ക് സർജറി നടത്തി. 2021 മെയ് മാസം 15-ന് അവർ ഡിസ്ചാർജ് ചെയ്തു. രണ്ടാം പിണറായി വിജയൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് 2021 മെയ് മാസം 20-ാം തീയതിയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഉഷ ജോസഫിന്റെ അഡ്മിഷനും സർജറിയും ഡിസ്ചാർജും നടക്കുന്ന സമയത്തൊന്നും വീണ ജോർജ് ആരോഗ്യമന്ത്രിയല്ല. അന്നൊരു കെയർടേക്കർ ഗവൺമെന്റ് പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ, ഗവൺമെന്റ് പ്രതിനിധിയായിട്ട് തന്നെ. അത് കഴിഞ്ഞിട്ടാണ് അന്ന് ഇവര് MLA ആയിട്ട് ജയിച്ചിട്ടുണ്ട് വീണ ജോർജ് 2 തവണ. പക്ഷേ ഇപ്പോഴടക്കം പറയുന്ന അതിന്റെ പേരിലാണത്രേ തങ്ങൾ സമരം ചെയ്യുന്നത്. എത്രമേൽ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് KSUവിന്റെ. AK ആന്റണിയും വയലാർ രവി ഉമ്മൻചാണ്ടിയും ഒക്കെ വളർത്തിക്കൊണ്ടൊന്നും ആൾക്കാർ വിദ്യാർത്ഥി പ്രസ്ഥാനം നോക്കണം. അതിന്റെ ഇപ്പോഴത്തെ നേതാക്കളാണ് ഇങ്ങനെ ഒരു ഇല്ലാ കഥ പ്രചരിപ്പിക്കാനായിട്ട് ഇതാണ് തങ്ങളുടെ പ്രധാനപ്പെട്ട അലിഗേഷൻ എന്ന് പറഞ്ഞ് വീണ ജോർജിനെതിരെ നടത്തപ്പെട്ട ന്യായീകരിക്കുന്നത്. ഒന്നാമത്തെ ഈ അവർ പറയുന്നതിലെ തെറ്റ് അതിനെപ്പറ്റി കാണിച്ചല്ലോ. ഇനി അടുത്ത കാര്യം, ഇന്നലെ ആലപ്പുഴയിൽ VD സതീശൻ ഉണ്ടായിരുന്നത്, പ്രതിപക്ഷ നേതാവ്. ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞത്, റിപ്പോർട്ട് പറഞ്ഞത്, ഈ പറയുന്നത് പോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നാളെ പറയാൻ ശ്രമിക്കാൻ പോകുന്ന കാര്യമാണ് ഈ പറയുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ലാണ്. അത് രമേശ് ചെന്നിത്തല ഇന്ന് റിപ്പോർട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവര് പ്രതിഷേധിക്കുകയല്ല,
വീണ ജോർജ് ഇവർക്ക് നേരെ കയർക്കുകയായിരുന്നു. ഇതിലെ പദപ്രയോഗമാണ് രമേശ് ചെന്നിത്തലേണ്ടത്. ഇവർ പ്രതിഷേധിക്കുകയായിരുന്നില്ല, വീണ ജോർജ് ഇവർക്ക് നേരെ കയർക്കുകയായിരുന്നു. ഇന്നലെ വി ഡി സതീശൻ ആലപ്പുഴ വന്ന് പറഞ്ഞത് ശരിയാണ്. അല്ല, ശ്രീ എം ജയചന്ദ്രൻ, നമുക്ക് ഉദ്ധരിക്കാൻ കഴിയുന്നത് തെളിവുകൾ വെച്ചാണ്, ദൃശ്യ തെളിവുകൾ വെച്ചാണ്. ഈ ദൃശ്യങ്ങൾ കിട്ടാൻ ഈ കാലത്ത്, ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ കാലത്ത് വലിയൊരു ടാസ്ക് ഒന്നുമില്ലല്ലോ. തെളിവുകൾ, ദൃശ്യങ്ങൾ ശേഖരിക്കാൻ. അല്ല, ഞാൻ പറഞ്ഞ ഈ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ CCTV ദൃശ്യങ്ങളാൽ ബന്ധിതമാണല്ലോ, വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ. തെളിവിന്റെ അടിസ്ഥാനമായിട്ടൊന്നും ഇവിടെ ഈ ചർച്ചയിൽ കൊണ്ടുവരുന്ന കാര്യമില്ല. പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ CCTV പിടിച്ചിട്ടില്ല, ദൃശ്യങ്ങളൊന്നും പകർത്തിയിട്ടുമില്ല. ഞാൻ പഠിച്ച ബോധ്യപ്പെട്ട കാര്യങ്ങൾ പറയാൻ. അല്ല, ഞാൻ ഈ ഇൻസിഡന്റിന്റെ കോണ്ടക്സ്റ്റിൽ അല്ല ശ്രീ എം ജെ ഇൻസിഡന്റിന്റെ കോണ്ടക്സ്റ്റിൽ നിന്നാണല്ലോ ഈ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത്. ആണല്ലോ, എനിക്ക് പറയാനുള്ള കേട്ടിട്ട് നിങ്ങൾ പറയുന്നു, അതല്ലേ ചെയ്യേണ്ടത്. തീർച്ചയായും. അത് ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞ എന്താണ് വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞത് ശരിയാണ്. കുട്ടികൾ അങ്ങനെ സമരം ചെയ്തിട്ടുണ്ടാവും, KSC അങ്ങനെ സമരം ചെയ്തിട്ടുണ്ടാവും, പ്രതിഷേധിക്കുമെന്നേ ന്യായീകരിക്കില്ല. പക്ഷെ പ്രാഥമികമായ വിവരങ്ങൾ വെച്ച് മന്ത്രിക്ക് അതിക്രമങ്ങളൊന്നും ഉണ്ടായതായിട്ട് തെളിവുകളിലില്ല എന്നാണ് ഇന്നലെ അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞത്. ഇപ്പൊ എന്താണ് വസ്തുത? വി ഡി സതീശൻ പറഞ്ഞു അവിടെ പ്രതിഷേധം നടന്നു എന്ന് അക്നോളജ് ചെയ്തു. ഇന്നലെ തന്നെ അക്നോളജ് ചെയ്യുകയാണ് ചെയ്തത് പ്രതിപക്ഷ നേതാവ്. ഇന്ന് മുൻപ് അങ്ങനെ സംഭവമേ അവിടെ നടന്നിട്ടില്ല. പിന്നെ അത് തന്നെയാണ് ഇവരെല്ലാം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നത് ദയവായി ഒന്ന് കേട്ടുകഴിഞ്ഞാൽ, പ്രതിഷേധം നടന്നില്ല എന്ന് ആരും പറയുന്നില്ല, പ്രതിഷേധം നടന്നു. പക്ഷേ പ്രതിഷേധത്തിന് അപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ ഇങ്ങനെ കൊല്ലത്ത്, കണ്ണൂർ, കാസർഗോഡ്, ഈ കേരളത്തിന്റെ മുക്കിനും മൂലയിലും ഇത്രയധികം അക്രമങ്ങൾ നടത്തിക്കൊണ്ടുള്ള പ്രതിഷേധ മാർച്ചിന് അങ്ങനെ ഒരു മാർച്ച് നടത്തേണ്ട സാഹചര്യമുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഈ പറയുന്ന തെരുവിലെ കലാപത്തിനെ പറ്റി ഒരു പരുവപ്പെട്ട ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പ്രതീക്ഷ, ഞാൻ രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പ്രതിഷേധം അവിടെ നടന്നിട്ടില്ല. താങ്കൾ പറയുന്ന പ്രതിഷേധം നടന്നിട്ടുണ്ടോ? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ചെന്നിത്തലയുടെ വാക്കുകളോ സതീശന്റെ വാക്കുകളോ ഉദ്ധരിച്ചല്ല ചോദിക്കുന്നത്. ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, ഒരു CPM-ന്റെ സഹയാത്രികനോട് ചോദിക്കുകയാണ്. ഇങ്ങനെ തെരുവോരങ്ങളിൽ അങ്ങ് കാസർഗോഡ് മുതൽ അങ്ങ് പാറശാല വരെ സമര വിപ്ലവം തീർക്കേണ്ട, സമരജ്വാല അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തകർത്ത് ഒരു സമരം വ്യാപിപ്പിക്കേണ്ട എന്തെങ്കിലും സാഹചര്യം ഇന്നലെ ഉണ്ടായിട്ടുണ്ടോ? ഇന്നും ഈ ചെയ്തതിൽ, ഇന്നലെ നടന്നതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന് ഇന്നും അതൊക്കെ ശരിയാണെന്ന് ആവർത്തിക്കുന്നവർക്ക് നിശ്ചയമായി ഇതാണ് മറുപടി. അതങ്ങ് അങ്ങനെ വീഴ്ച സംഭവിച്ചിട്ട് അത് പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ തീരുന്ന കാര്യമാണ്. അതിന് പകരം ഇന്നലെ ഞങ്ങൾ ചെയ്തതെല്ലാം ശരിയാണെന്ന് ഇന്നും ആവർത്തിക്കുന്നു, ഇന്നലെ അത് തന്നെ പറയുന്നു. അവർക്കുള്ള ജനാധിപത്യമായ മറുപടി തന്നെ ഉണ്ടാവും. എന്താ സംശയം? അത് പിന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്താണേലും വലതുപക്ഷത്തിന്റെ ഭാഗത്താണേലും തീവ്ര ഹിന്ദുത്വ പക്ഷത്തിന്റെ ഭാഗത്താണേലും അതേ ഉണ്ടാവും. അതേസമയം ഒരു പെശകെ പറ്റി ഞങ്ങളത് പരിശോധിക്കാം എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണിത്. അതിന് പറയും ഇന്നും ന്യായീകരിക്കാമല്ലോ, ചർച്ചയിൽ നിന്നും ന്യായീകരിക്കാമല്ലോ. നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും ദൃശ്യങ്ങൾ അതിനപ്പുറത്തേക്ക് ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവർക്കെതിരെ നടപടിയെടുക്കും. ഏതെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകൾ അവർക്ക് ബോധ്യപ്പെടുന്നില്ല. ഈ പ്രതിപക്ഷത്തിന്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ബോധ്യപ്പെടുന്നില്ല, കേരളത്തിന് ബോധ്യപ്പെടുന്നില്ല. എന്തെങ്കിലും ഇന്നലത്തെ ഈ നേതാക്കൾ പറഞ്ഞതിനപ്പുറത്തേക്ക് മൊത്തം കോൺട്രാക്ട് ഒന്നും പ്രതീക്ഷിക്കാത്തിൽ എടുക്കണ്ട. കേരളത്തെ മൊത്തം ബോധ്യപ്പെടുന്നില്ല എന്ന് പറയാനൊന്നും താങ്കൾക്ക് ഒരവകാശവും എന്റെ ഒറ്റ ചോദ്യമേ ശ്രീ എം ജയചന്ദ്രൻ വീണ ജോർജിന്റെ അടുത്തെത്തി കഴുത്ത് പിടിച്ച് തിരിക്കുകയും കൈ പിടിച്ച് വളയ്ക്കുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങേക്ക് എന്താണ് മറുപടി? ഞാനല്ലല്ലോ അതിന്റെ ഉത്തരം പറയേണ്ടത്, ചാർജ് ഷീറ്റാണ് ഉത്തരം പറയേണ്ടത്, ട്രയലിലാണ് തീരുമാനം എടുക്കേണ്ടത്. ഞാനെന്താണ് ഉത്തരം പറയുന്നത്? അവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അവർ മുഖ്യമന്ത്രിയോട് പറയുന്നത് ഞാൻ ഇന്നലെ കേട്ടതാണ്. അതിൽ എന്താ പറയുന്നത്? എനിക്ക് കഴുത്തിൽ അതിഭയങ്കരമായ വേദനയുണ്ട്, CM പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നതാണ് ഞാനും താങ്കളും കേരളം മുഴുവനും കേൾക്കുന്നത്. എന്നിട്ട് ഇന്ന് എന്നോട് ചോദിക്കുകയാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചതെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ എന്ന്. ഇത്തരം ചോദ്യങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അല്ല, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? ഇപ്പോൾ അത്യാസന്ന നിലയിലാണ്, ഗുരുതരാവസ്ഥയിലാണ്. MV ഗോവിന്ദൻ തന്നെ പറഞ്ഞു. വീണ ജോർജ് പറഞ്ഞ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ തെളിവ് എന്റെ അടുത്ത് ചോദിക്കുന്നത്? വീണ ജോർജ് അവിടെ നിന്ന് പറയുന്നത്, റെയിൽവേ സ്റ്റേഷനിൽ അവിടെ തൂണിന്റെ അടുത്ത് നിന്ന് പറയുന്നത് കേരളം മുഴുവനും, മലയാളം അറിയുന്ന മുഴുവൻ ആൾക്കാരും ലോകം മുഴുവൻ കേട്ടതാണെന്ന് പറഞ്ഞേ. അതെന്താ തെളിവെന്നുള്ള പോലീസ് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യും. അപ്പൊ അവർ കോടതിയിൽ എത്തുക, അല്ലാതെ എന്നോട് ചോദിച്ചിട്ടല്ല. കുരുക്കാത്ത നുണകളാണെന്ന് ചിന്തിക്കേണ്ടി വരും പോലീസിന്റെ FIR അടക്കം കാണുമ്പോൾ.
അത് നിങ്ങളെപ്പോലെ ഡിറ്റക്റ്റീവുകളെന്ന് ചിന്തിക്കുമായിരിക്കും. മടങ്ങിയെത്താൻ നിങ്ങളെപ്പോലെ നമുക്ക് ഡിറ്റക്റ്റീവ് പ്രൊഡ്യൂസ് എന്ന് വിളിക്കാം ഇനി മുതൽ. അല്ല അതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ.